ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 31 ഭാഗം. സ്നേഹത്തോടെ സ്വാഗതം. ഞായറാഴ്ച പരിശുദ്ധ കുർബാന മുടക്കാമോ? എന്തുകൊണ്ടാണ് ഞായറാഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നത്? നമുക്കറിയാം, ദൈവകൽപ്പനകളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാനുള്ള ഏറ്റവും സുരക്ഷിതവും സുഗമവുമായ മാർഗം. 3-ാം പ്രമാണം കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് കൽപ്പനയാണ്. അതുകൊണ്ടാണ് കൽപ്പന ലംഘനം നമ്മളെ കടപ്പെടുത്തുന്നത്. ഞായറാഴ്ച കടമുള്ള ദിവസം ആകുന്നത് അങ്ങനെയാണ്. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന, ആ കൽപ്പനയാണ് പരിശുദ്ധ കുർബാന. ആ കൽപ്പന മുടക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധ കുർബാന ഞായറാഴ്ച കുർബാന അർപ്പിച്ചില്ലെങ്കിൽ അത് കടമായി മാറുന്നത്. എന്താണ് ബൈബിൾ ഇതിനെക്കുറിച്ച് പറയുന്നത്? വേദപുസ്തകത്തിൽ യേശയ്യായുടെ പ്രവചനം 58-ാമത്തെ അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ: സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. ഇത്ര കൃത്യമായിട്ടാണ് വേദപുസ്തകം നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് കൽപ്പന തന്നിരിക്കുന്നു. സഭ നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നു, ഞായറാഴ്ച കുർബാന മുടക്കരുത്. അപ്പനാകുന്ന ദൈവവും അമ്മയാകുന്ന സഭയും മക്കളായ നമ്മളോട് മടിയിലിരുത്തി പറഞ്ഞു തരികയാണ്, ഈശോ മിശിഹായിലൂടെ ദൈവത്തിന് അർപ്പിക്കപ്പെട്ട നമ്മുടെ സമഗ്ര രക്ഷയുടെ ബലി അർപ്പിക്കാനും അതിൻ്റെ യോഗ്യതകൾ സ്വന്തമാക്കാനും ഒരു വിശ്വാസി കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച ആചരണം ഇത്രയേറെ പ്രാധാന്യമർഹിക്കുന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധനം, ആരാധനക്രമം എന്ന് പറയുന്ന പ്രബോധനത്തിലെ 106-ാമത്തെ ഖണ്ഡിക, ക്രിസ്തുവിൻ്റെ തിരുവുത്ഥാന ദിനം തൊട്ട് ആരംഭിച്ച അപ്പസ്തോലിക പാരമ്പര്യ പ്രകാരം, ഓർക്കണം, എന്ന് മുതലാണ് അത് ആരംഭിച്ചതെന്ന്, ഈശോയുടെ ഉത്ഥാനം മുതൽ എല്ലാ 8-ാം ദിവസവും തിരുസഭ പെസഹ രഹസ്യം ആഘോഷിക്കുന്നു. അതിനാൽ ഈ ദിവസത്തെ കർത്താവിൻ്റെ ദിവസം അഥവാ ഞായറാഴ്ച എന്ന് വിളിക്കുന്നത് സകാരണമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനും ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിത്യജീവനിൽ പങ്കുചേരാനും സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരാധനാക്രമ വത്സരത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനവും കേന്ദ്രവും ഞായറാഴ്ചയാണ്. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഡൊമേനിക്കെ ചേന എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ മനോഹരമായിട്ട് ഈ കാര്യം വർണ്ണിക്കുന്നുണ്ട്. കൂടാതെ മാർപ്പാപ്പ പറയുന്നു, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഹൃദയമാണ് ഞായറാഴ്ച. ഞായറാഴ്ചയെ വീണ്ടും കണ്ടെത്താൻ ഒരു വിശ്വാസി കടപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന് നിങ്ങളുടെ സമയം നൽകാൻ ഭയപ്പെടരുത്. അതെ, നമുക്ക് നമ്മുടെ സമയം ക്രിസ്തുവിലേക്ക് തുറക്കാം. അവൻ അതിൽ വെളിച്ചം വീശുകയും അതിന് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യും. അവൻ സമയത്തിൻ്റെ രഹസ്യവും നിത്യതയുടെ രഹസ്യവും അറിയുന്ന ദൈവമാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ എക്കാലത്തെയും സമ്മാനമായി അവൻ നമുക്ക് നൽകിയിരിക്കുന്നത് അവൻ്റെ ദിവസമാണ് ഞായറാഴ്ച. ക്രിസ്തുവിന് നൽകിയ സമയം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, മറിച്ച് നേട്ടങ്ങളാണ് അതിലൂടെ നമ്മൾ കൊയ്യുന്നത്. അതുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഞായറാഴ്ചയെ വീണ്ടും കണ്ടെത്തുക. ക്രിസ്തുവിന് നിങ്ങളുടെ സമയം നൽകാൻ ഭയപ്പെടരുത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2177 കൃത്യമായി പഠിപ്പിക്കുന്നു,
സഭാജീവിതത്തിൻ്റെ ഹൃദയസ്പന്ദനം കർത്താവിൻ്റെ ദിവസം ഞായറാഴ്ച ആചരണമാണ്, കുർബാനയർപ്പണമാണ്. നമുക്കറിയാം, യഹൂദ പശ്ചാത്തലത്തിലെ സാബത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഞായറാഴ്ച ദിനം നമ്മൾ ആചരിക്കുന്നത്. അതാണ് ഞായറാഴ്ചയുടെ പുതിയ മാനം. 6 ദിവസം ജോലി തമ്പുരാൻ തീർത്തു, 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ സാബത്ത് ആചരണത്തിന് ദൈവിക പദ്ധതിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. പുതിയ നിയമത്തിൽ ഉത്ഥാനം വഴിയാണ് ഈശോ സാബത്തിലേക്ക് പ്രവേശിച്ചതെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈശോയുടെ ഉത്ഥാനത്തിലേക്ക് ഒരു വിശ്വാസി, ക്രൈസ്തവൻ പ്രവേശിക്കുന്ന ദിവസത്തിൻ്റെ പേരാണ് ഞായറാഴ്ച. സഭയെ ആരാധനാ സമൂഹമായിട്ടാണ് അറിയപ്പെടുന്നത് എന്ന് നമുക്കറിയാം. സഭയാണെന്ന് ലോകമറിയുന്നത് ഞായറാഴ്ച വേളയിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി നമ്മളെ തിരഞ്ഞെടുക്കുകയും നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് ദൈവകൽപ്പന, എൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് ദൈവകൽപ്പന നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തെ അവിടുന്ന് അനുഗ്രഹിക്കും. ആദിമ സമൂഹത്തിൽ ഞായറാഴ്ച കുർബാന മുടക്കുന്നതിനേക്കാൾ മരണം വരിക്കാൻ ആദിമ ക്രൈസ്തവർ ധൈര്യം കാണിച്ചവരാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള കടമയെക്കുറിച്ച് ആദിമസഭയോട് പറയേണ്ട കാര്യമേ ഇല്ലായിരുന്നു. കാരണം അവർക്കത് ജീവിത ഭാഗമായിരുന്നു. അത് കടമയായും ആന്തരികമായ ആവശ്യമായും ഉത്തരവാദിത്വമായിട്ടും അവർ മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ്. പിന്നീടാണ് ഇത് നിയമമായിട്ട് വന്നത്. കാരണം യഥാർത്ഥമായ ആരാധന ദൈവത്തിന് അർപ്പിക്കാതെ ജനം മാറി നിൽക്കുന്നത് കൊണ്ടാണ് സഭ അതിനെ പ്രത്യേകമായി ഒരു കൽപ്പനയായി, നിർദ്ദേശമായി നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ്. അങ്ങനെ ക്രൈസ്തവന്റെ തിരുനാളായ ഞായർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. ഈശോ ഉത്ഥാനം ചെയ്തത് ഞായറാഴ്ചയാണ്. സുവിശേഷത്തിൽ നിന്ന് അത് വ്യക്തമാണ്. എമ്മൗസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ഈ ദിവസമാണ്. ഒന്നിച്ചുകൂടിയിരുന്ന 11 ശ്ലീഹന്മാർക്ക് ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ പ്രത്യക്ഷപ്പെട്ടത് ഞായറാഴ്ചയാണ്. തോമാ ശ്ലീഹായ്ക്ക് ഉത്ഥിതനായ മിശിഹ പ്രത്യക്ഷപ്പെട്ടത് ഞായറാഴ്ചയാണ്. പന്തക്കുസ്ത ദിനം ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 1-ാം തിരുവചനം. അങ്ങനെ അപ്പസ്തോലന്മാരുടെ കാലം മുതൽ മുടങ്ങാതെ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ദിവസം ഒന്നിച്ചുകൂടി വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് കോറിന്തോസിലെ സഭയ്ക്ക് പൗലോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 16-ാമത്തെ അധ്യായം 2-ാം വാക്യം, അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 7 മുതൽ 12 വരെ. അതിൽ വ്യക്തമായിട്ട് പറയുന്നു, ഞായറാഴ്ചയെ കർത്താവിൻ്റെ ദിവസമെന്ന് അവർ വിളിച്ചിരുന്നുവെന്ന് വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനവും നമ്മളോട് പറയുന്നുണ്ട്. സഭാപിതാക്കന്മാരുടെ മുഴുവൻ പ്രബോധനങ്ങളിൽ ഈ ഞായറാഴ്ചയെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആദിമ ക്രൈസ്തവരെ പോലെ ഞായറാഴ്ച ദിവസത്തെ, നമ്മുടെ ഉത്സവ ദിനത്തിലെ, നമ്മുടെ കർത്താവിൻ്റെ ദിവസത്തിലെ അതിൻ്റെ മഹത്വവും അതിൻ്റെ കൃപയും മനസ്സിലാക്കി എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ ദിവ്യബലിയിൽ സംബന്ധിക്കാനുള്ള മനസ്സ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.